കഥായനം അവതരിപ്പിക്കുന്നു പാർവതീപുരത്തിന്റെ ഇരുണ്ട ദിനങ്ങളും സന്നദ്ധരായ കുറച്ച് മനുഷ്യരും, ഒരതിജീവനത്തിന്റെ കഥ. പക്ഷേ അപ്പോഴേക്കും അവരുടെ ഹൃദയമിടിപ്പ് കൂട്ടിയ ഒരു വാർത്ത അവരെ തേടിയെത്തി. മലയാളി ജനിതക ശാസ്ത്രജ്ഞൻ പോൾ മാർക്കോസിന്റെ മരണവാർത്ത. മാനസിക സമ്മർദ്ദം കാരണം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തതാണെന്നാണ് പ്രാഥമിക നിഗമനം. അയാളുടെ സ്വന്തം ഭവനത്തിൽ നിന്നുമാണ് മൃതദേഹം കണ്ടെത്തിയത്. പുലർച്ചെ 5:45 ഒരു കുറിപ്പ് അയാൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. അത് ശ്രദ്ധയിൽപ്പെട്ട അയാളുടെ അനന്തരവൻ ഫോണിൽ പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിയാതെ വന്നു. ജനിച്ച വീട്ടിൽ തന്നെ മരിക്കാൻ കഴിയുന്നതും സുഹൃതം തന്നെ. ഒടുവിൽ ജീവിതം മുഴുവനും അലഞ്ഞു തീർത്ത് ഞാനിവിടെ തിരിച്ചെത്തിയിരിക്കുന്നു. നേടിയതിനും അഹങ്കരിച്ചതിനും ആയുസ് മുഴുവനും അഭിമാനത്തോടെ ചേർത്ത് പിടിച്ചതിനും ഒന്നും അത്രയേറെ മൂല്യം ഇന്നെനിക്ക് അനുഭവപ്പെടുന്നില്ല. പോകാൻ ഞാൻ നിർബന്ധിതനാണ്. ഇനിയെല്ലാം അവസാനിപ്പിക്കട്ടെ. ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്, പ്രശ്നത്തിൽ തന്നെ പരിഹാരവുമുണ്ട്. അന്വേഷിക്കുന്നവൻ്റെ മുന്നിൽ അത് വെളിപ്പെടും. ഈ മരണക്കുറിപ്പിൽ നിന്നാണ് അയാൾ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന് അനന്തരവൻ മനസ്സിലാക്കിയതും അങ്ങോട്ടേക്ക് പോയതും. ഏകദേശം 7 മണിയോടെ മൃതദേഹം കണ്ടെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനയച്ചു. അപ്പോൾ മുതൽ വീടിൻ്റെ മുറ്റത്ത് തടിച്ചുകൂടിയ ജനങ്ങളാണ്. അന്നുവരെ കണ്ടിട്ടില്ലാത്ത ബന്ധുക്കൾ ആ വീടിൻ്റെ ഉടമസ്ഥരെന്ന പോലെ അവിടെ ഭരണം നടത്തി. ഒരു മതത്തിലും ചേരാത്ത ആ മനുഷ്യൻ്റെ സംസ്കരണ ചടങ്ങുകൾ സംബന്ധിച്ച് വഴക്കുകളുണ്ടായി. ജ്ഞാനസ്നാനം സ്വീകരിച്ചിട്ടില്ലാത്ത അയാളെ പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്യാനാകില്ലെന്ന് ഒരു കൂട്ടം തർക്കിച്ചപ്പോൾ പള്ളി സെമിത്തേരിയിൽ തന്നെ സർവകർമ്മങ്ങളോടുകൂടിയും ബഹുമാനത്തോടു കൂടിയും അടക്കം ചെയ്യണമെന്ന് ഒരു കൂട്ടർ വാദിച്ചു. ഹിന്ദുമതപ്രകാരം കർമ്മങ്ങൾ ചെയ്ത് ദഹിപ്പിക്കണമെന്ന് ഒരു കൂട്ടരും, അങ്ങനെ വേണ്ടെന്ന് മറ്റൊരു കൂട്ടരും. അപ്പോൾ കീറലുകളുടെയും തുന്നിക്കെട്ടലുകളുടെയും വേദന അറിയാതെ ആ മൃതശരീരം ഗവൺമെൻറ് ആശുപത്രിയിലെ മോർച്ചറിയിൽ ആ വലിയ ബെഞ്ചിൽ നിവർന്നു കിടന്നു, ആളും പരിവാരവുമില്ലാതെ. ആ ആശുപത്രി വരാന്തയിൽ അയാളുടെ 25 വയസ്സ് പ്രായം വരുന്ന അനന്തരവൻ മാത്രം തലകുനിച്ചിരുന്നു. അയാൾക്കു മാത്രമായി എന്തോ നഷ്ടപ്പെട്ടതുപോലെ. ഈ സമയം ധ്വനിയും റിയാസും അഭിനേഷും ചേർന്ന് എന്തോ വലിയ കണ്ടുപിടുത്തം നടത്തിയവരെ പോലെ ആ ചെറിയ ലാബുമുറിയിലെ കസേരകളിൽ ഇരിക്കുകയായിരുന്നു. അവരുടെ മുഖത്ത് ഗൗരവവും അവിടമാകെ ഭീകരമായൊരു നിശബ്ദതയും തളം കെട്ടിക്കിടന്നു. കണ്ടെത്തലുകളെ വെളിപ്പെടുത്താനുള്ള ഒരു കാത്തിരിപ്പ്. സ്മിതയും തേജസും രണ്ടാമത്തെ ശാസ്ത്രജ്ഞൻ ജർമ്മൻകാരനായ ഡേവിഡ് സാലിയെക്കുറിച്ച് അന്വേഷിക്കാൻ ദേവകിനെ ചുമതലപ്പെടുത്തി. ശേഷം ദാവീദിന്റെ PA സിദ്ധാർത്ഥിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അയാളുടെ ബാങ്ക് അക്കൗണ്ടുകൾ, ഫോൺ കോളുകൾ, സ്ഥിരമായി പോകാറുള്ള സ്ഥലങ്ങൾ, അയാളുടെ പേരിലുള്ള സ്വത്ത് വിവരങ്ങൾ, അങ്ങനെയെല്ലാം. തേജസിന്റെ പണത്തിനും പദവിക്ക് മുന്നിൽ നിയമങ്ങളും പതിവ് രീതികളും മാറി നിന്നു. എത്ര വേഗത്തിലാണ് ആ വിവരങ്ങളൊക്കെ ലഭിച്ചത്? സ്മിത അത്ഭുതപ്പെട്ടു. അതുമാത്രമല്ല, പോൾ മാർക്കോസിന്റെ നമ്പർ സംഘടിപ്പിച്ച് അതുപയോഗിച്ചും തേജസ് അന്വേഷണം നടത്തുന്നുണ്ടായിരുന്നു. എന്നാൽ സ്മിതയുടെ മനസ്സ് മറ്റൊന്നിൽ തന്നെ ഉടക്കി കിടന്നു. പോൾ മാർക്കോസിന്റെ മരണക്കുറിപ്പിലെ വാചകങ്ങൾ. ചോദ്യത്തിൽ തന്നെ ഉത്തരമുണ്ട്, പ്രശ്നത്തിൽ തന്നെ പരിഹാരമുണ്ട്. അന്വേഷിക്കുന്നവന്റെ മുന്നിൽ അത് വെളിപ്പെടും. ചോദ്യത്തിൽ ഉത്തരം, പ്രശ്നത്തിൽ പരിഹാരം. അന്വേഷിക്കുന്നവന്റെ മുന്നിൽ അത് വെളിപ്പെടും. സ്മിത ആ വാചകങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിച്ചു. അപ്പോൾ തേജസ് പോൾ മാർക്കോസിന്റെ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ലഭ്യമായ വിവരങ്ങൾ പരിശോധിക്കുകയായിരുന്നു. സ്മിത, ഇതിലൊന്നുമില്ല, അയാൾ നിരാശയോടെ പറഞ്ഞു. അപ്പോഴും സ്മിത മന്ത്രിച്ചു. ചോദ്യത്തിൽ ഉത്തരം, പ്രശ്നത്തിൽ പരിഹാരം. തേജസ്, വേഗം നമുക്ക് റിയാസിന്റെയും ധ്വനിയുടെയും അടുത്തേക്ക് പോകാം. പെട്ടെന്ന് എന്തോ മനസ്സിലാക്കിയതുപോലെ അവൾ ധൃതിയിൽ പറഞ്ഞു. റോഡിന്റെ വശത്തേക്ക്
ഒതുക്കി നിർത്തിയിട്ടിരുന്ന കാർ വേഗത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ലാബ് ലക്ഷ്യമാക്കി അവർ പോയി. ഈ സമയം ഡോക്ടർ അശ്വതിയും ഹരിയും കാർത്തിക്കും സഹദേവനെ കൂടുതൽ ചോദ്യം ചെയ്തു. കുടുംബത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ അവർക്ക് ലഭിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ തന്നെ അയാൾ മാനസികമായി തളർന്നിരുന്നു. കുട്ടികളുടെ വിദ്യാഭ്യാസവും ഭാര്യയുടെ ചികിത്സയും തടസ്സപ്പെടുത്താൻ കഴിയുമെന്ന് അവർ അയാളെ ബോധ്യപ്പെടുത്തി. സഹദേവൻ തളർന്നു, തോൽവി സമ്മതിച്ചു. അയാൾ സത്യം പറയാൻ നിർബന്ധിതനായി.